ഇനിയോ ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അർശിലെ തണൽ ലഭിക്കുന്ന രണ്ടാമത്തെ ആളെ പരിചയപ്പെടുത്തുകയാണ്. ഓ ചെറുപ്പക്കാരെ, ലോകത്തിലെ നേതാവ് ആ രണ്ടാമതായി പറയുന്നത് ആരെയാണെന്നറിയുമോ? ശാബുൽ ലശഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ നൽകിയ അവസരം, ആ അവസരത്തിലെ ഏറ്റവും നല്ല ഊർജ്ജസ്വലതയുള്ള പ്രസന്നമായ നല്ല ഉത്സാഹമുള്ള നല്ല ചോരത്തുറപ്പുള്ള രക്തത്തുളപ്പുള്ള സമയമല്ലേ യുവത്വമെന്ന് പറയുന്നത്. ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും ശരീരം സജ്ജമായി നിൽക്കുന്ന സമയമാണ്. എന്ത് തോന്നിവാസങ്ങളാണെങ്കിലും ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന സമയമാണ്. രക്തത്തുളപ്പുള്ള നല്ല ആരോഗ്യമുള്ള, ആര് എന്തു പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്ന പ്രായമല്ലേ ആ യുവത്വമെന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടമില്ലയോ? ആ കാലഘട്ടമെങ്ങാനും നാഥനായ അല്ലാഹ് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ, യുവാക്കളെ, യുവതികളെ, അർശിലെ തണല് അല്ലാഹുവിന്റെ റസൂല് ഓഫർ ചെയ്യുന്നു. നല്ല ആരോഗ്യമുള്ള സമയം, നല്ല രക്തത്തിളപ്പുള്ള സമയം, സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാനും ശാരീരികമായ ആഫിയത്തുള്ള സമയം. ആ സമയത്തിൽ തോന്നിവാസങ്ങളിലായി ജീവിതം കഴിച്ചുകൂട്ടുന്നതിന് പകരം നല്ല നല്ല വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ തന്റെ യുവത്വകാലത്തെ മാറ്റിവെച്ചാൽ അത് അർശിലെ തണല് കിട്ടാനുള്ള യോഗ്യതയാണല്ലോ. ലോകത്തിലെ ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാണുന്ന യുവാക്കളാകുന്ന നമ്മൾ, ഓ സഹോദരന്മാരെ, യുവാക്കളെ, യുവതികളെ, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? നമ്മുടെ യുവത്വം അർശിന്റെ തണല് കിട്ടുന്ന കോലത്തിലാണോ നമ്മൾ ചെലവഴിക്കുന്നതോ? അല്ല, നരകത്തിന്റെ ഏറ്റവും മടിയിൽ നിൽക്കേണ്ട കോലത്തിലാണോ നമ്മൾ ചെലവഴിക്കുന്നതോ? സുബ്ഹാനല്ലാഹ്, യുവാക്കൾ എന്തൊക്കെ ആഭാസങ്ങളാണ് ഇന്ന് ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതോ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തോ കാസർഗോഡ് ജില്ലയിലുള്ള എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പ്രവാസിയാണ്. ആ പ്രവാസ ലോകത്ത് നിന്ന് എന്റെ ഫോണിലേക്ക്, എന്റെ വാട്സപ്പിലേക്ക് 2 വീഡിയോകൾ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഉസ്താദൊന്ന് പറയണോ? ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ ഒരു നല്ല വിചാരം വന്നാൽ, ലഅയഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഉറൂസ് ഇവിടെ നടത്തുന്നതിന് സംഖ്യ ചെലവഴിക്കുന്നതോ കുറെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ചോ മോനെ, നിന്റെ കാരണമായിട്ടോ, നിങ്ങൾ ഈ സംഘടിപ്പിച്ച ഈ മജ്‌ലിസ് കാരണമായിട്ടോ ഏതെങ്കിലും ഒരാള് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സകലതും ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണല്ലോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല ചെറുപ്പക്കാരായ ആളുകൾ, സുബ്ഹാനല്ലാഹ്, കൂട്ടത്തിൽ ഒരു തന്നെ വിവാഹം നടക്കുകയാണ്, കൂട്ടത്തിൽ ഒരു തന്നെ നിക്കാഹ് നടക്കുകയാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ചെറുപ്പക്കാരെ? അൽ നിക്കാഹു മിൻ സുന്നത്തി,
നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് ആരംഭപ്പൂവായ മുത്തുനബിയുടെ തിരുചര്യയിൽപ്പെട്ടതാണ്. വമൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനി. ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ടുള്ള നിക്കാഹ് ഒരുത്തം നടത്തിയാൽ അവൻ ദീനിന്റെ 2/3 കവർ ചെയ്തു കഴിഞ്ഞുവോ. അത്രത്തോളം വലിയ ഇബാദത്തല്ലേ നിക്കാഹ് എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിലെ നേതാവ് പഠിപ്പിച്ച അത്രയും വലിയൊരു തിരുസുന്നത്തിനെ ആഭാസകരമാക്കുന്ന ചെറുപ്പക്കാരില്ലേ, അനാവശ്യമായ പേക്കോത്തുകളോ ആ നിക്കാഹിനോടനുബന്ധിച്ച് നടത്തുന്ന ആളുകളില്ലേ, പടക്കവും പൊട്ടിച്ച് ഡാൻസും കളിച്ചിട്ടോ മാത്രമല്ല തന്നെ വധുവിന്റെ ഗ്രഹത്തിലേക്ക് ആദ്യമായി ചെന്ന് കയറുന്ന വരന്റെ ശരീരത്തിലേക്കോ പല നിറത്തിലുള്ള കളറുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടോ അതുപോലെ അവന്റെ ശരീരത്തിലേക്ക് പല രൂപത്തിലുള്ള സാധനങ്ങളും അങ്ങ് സ്പ്രേ ചെയ്തിട്ടോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രൂപത്തിലോ തന്റെ സുഹൃത്തിന്റെ വിവാഹ ദിവസത്തിലോ നാണം കെടുത്തുന്ന ചെറുപ്പക്കാരില്ലേ, വഷളാക്കുന്ന ചെറുപ്പക്കാരില്ലേ. മോനെ, നാളെ നീയും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടവനാ. നീ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടവനാണ്. തന്റെ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ജീവിതത്തിലുള്ളൊരു വലിയ വിഷയമല്ലേ അവന്റെ കല്യാണം, അവന്റെ നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹിന്റെ ദിവസത്തിൽ തന്റെ വധൂഗ്രഹത്തിലേക്ക് ആദ്യമായി ചെന്ന് കയറുമ്പോ അവനെ വഷളാക്കിയ നീ പിന്നീട് നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിനക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സ് വന്നിട്ടോ അള്ളാനോട് എത്ര കരഞ്ഞു ദുആ ചെയ്താലും അല്ല പൊരുത്തപ്പെടൂല, അല്ലത് മാപ്പ് ചെയ്യൂല. കാരണം സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ അതാ ആളെ കണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണം. അല്ലാതെ നീ എത്ര പാതിരാ സമയത്ത് അള്ളാനോട് ദുആ ചെയ്താലും അല്ല പൊരുത്തം തരൂല. സുബ്ഹാനല്ലാഹ്, ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോ വല്ലാത്ത സങ്കടം വന്നുപോയി. മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, മറ്റു മതങ്ങളിലുള്ള ആളുകൾ കല്യാണത്തെ ഇത്രത്തോളം ആഭാസകരമാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈന്ദവരായ ആളുകളാണെങ്കിലും ക്രിസ്ത്യാനികളായ ആളുകളാണെങ്കിലും മറ്റേത് മതത്തിലുള്ള ആളുകളാണെങ്കിലും മുസ്ലിം ചെറുപ്പക്കാര് പേക്കൂത്ത് നടത്തുന്നത് പോലെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് പേക്കൂത്തുകൾ നടത്തുന്ന ആഭാസകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയൂല. എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാർ, സുബ്ഹാനല്ലാഹ്, നമ്മളാരും ആ രൂപത്തിലുള്ള ആളുകളാവാൻ പാടില്ല. നമ്മളാരും ആ രൂപത്തിലുള്ള ആളുകളാവാൻ പാടില്ല. മറിച്ചോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ നല്ല നിലക്കുള്ള നിക്കാഹുകൾ നടത്താനും തന്റെ സുഹൃത്തിന്റെ കല്യാണ ദിവസമല്ലേ അവൻ ആദ്യമായിട്ട് അവന്റെ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറുമ്പോ അതേ റസൂലുള്ളാഹിനെ മദീനത്തുള്ള ആളുകൾ സ്വീകരിച്ചതുപോലെ ഞാനൊന്ന് ത്വലഅൽ ബദ്ർ ചൊല്ലിക്കോട്ടെ, ഞാൻ ബുറുദയുടെ ഈരടികളൊന്ന് ചൊല്ലിയിട്ടോ ആ സുഹൃത്തിന്റെ വധുഗ്രഹത്തിലേക്കുള്ള പ്രവേശനം തന്നെ ഹബീബിന്റെ മധു ഉണ്ടാക്കി തീർക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അതുപോലെ സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ ദിവസം പുതിയാപ്പളയാകുന്ന ചെറുപ്പക്കാരനെ വാഹനത്തിൽ കയറ്റിയിട്ടോ
അതുപോലെ പുതുനാരിയെയും വാഹനത്തിൽ കയറ്റിയിട്ടു അവരുടെ വീടുകളിൽ എത്തിക്കേണ്ടതിന് പകരം സുഹൃത്തുക്കളതാ എവിടെയോ കൊണ്ടുപോവുകയാണ്. അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ എവിടെയോ കൊണ്ടുപോകുന്നു. വീട്ടുകാര് ബേജാറാകുന്നു, അതുപോലെ അയൽവാസികള് ബേജാറാകുന്നു, അതുപോലെ സ്വന്തം ബാപ്പയും സ്വന്തം ഉമ്മയും കണ്ണുനീര് കൊടുക്കുകയാണ്. കാരണം സ്വന്തം മകളെ ഭർത്താവിന്റെ കൂട്ടുകാരും ഭർത്താവും കൂടെ വന്നിട്ട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയതാണ്. ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇതെല്ലാം ഇന്ന് കാണുന്ന ചെറുപ്പക്കാര് വിവാഹവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന അനാചാരങ്ങളാണ്. അറിയുമോ സഹോദരന്മാരെ, ഇങ്ങനെ ആഭാസകരമായ ആർഭാടങ്ങളുള്ള നിക്കാഹ് അത് ഇസ്ലാമിലുള്ള നിക്കാഹാണോ? ഇസ്ലാമിലുള്ള കല്യാണമാണോ? ഇസ്ലാം നിക്കാഹിന് ഇങ്ങനെയൊന്നും ഒരു ആർഭാടവും പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അവിടുന്ന് റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണ്. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ മജ്ലിസിലേക്ക് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വന്നപ്പോ നല്ല അത്തർ പൂശിയിട്ടുണ്ട്, നല്ല സുഗന്ധം പുരട്ടിയിട്ടാണ് വന്നത്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അല്ല ജഅഫറേ, എന്താ ഇന്നൊരു സുഗന്ധം പൂശി വന്നത്? എന്തിനാണ് ഇന്ന് അത്തർ പുരട്ടിയത്? അപ്പൊ ജഅഫർ തങ്ങൾ പറഞ്ഞു, നബിയെ, ഇന്ന് എന്റെ നിക്കാഹായിരുന്നു, കല്യാണമായിരുന്നു. ആലോചിക്കണേ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിലാണ്, നബിതങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. ജഅഫർ തങ്ങളോട് ചോദിച്ചു, അത്തർ എന്തേ പുരട്ടിയതെന്ന് ചോദിച്ചപ്പോ പറയാണ്, തങ്ങളെ ഇന്നെന്റെ നിക്കാഹായിരുന്നു. നബിതങ്ങൾ ചോദിച്ചു, അദിക്റുൻ സയ്യിബ്, അല്ല നീ കന്യകയായ പെണ്ണിനെയാണോ കെട്ടിയത്? അല്ല, കന്യക അല്ലാത്ത പെണ്ണിനെയാണോ, അഥവാ ചെറുപ്പക്കാരിയെയാണോ നീ കെട്ടിയത്? അല്ല, പ്രായമുള്ളവളെയാണോ കെട്ടിയത്? അപ്പൊ ജഅഫർ തങ്ങൾ പറഞ്ഞു, ഞാൻ പ്രായമുള്ള ഒരു പെണ്ണിനെയാ കെട്ടിയത്, സയ്യിബിന്, കന്യകയല്ല. ചോദിച്ചു, അല്ല ജഅഫറെ, നിനക്കൊരു കന്യകയെ കെട്ടിക്കൂടായിരുന്നോ? അപ്പൊ പറഞ്ഞു, തങ്ങളെ, എനിക്ക് കുറെ